ശരിക്കും പറഞ്ഞാൽ ഫിലിം ഫീൽഡിൽ ട്രാൻസ് വ്യക്തികൾ അഞ്ജലി അമീർ പോലെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഫിലിം ഫീൽഡിൽ ഒരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ ട്രാൻസ് ആയിട്ട് തന്നെ അഭിനയിക്കേണ്ട ആളാണെങ്കിലും അങ്ങനെ അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അഭിനയിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് കാണാറുണ്ട്. എന്ത് തോന്നുന്നു ആ ഒരു അപ്രോച്ചിനോട്? എന്ത് തോന്നുന്നു? അപ്പോൾ നമുക്ക് ഇപ്പം മലയാള സിനിമയെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റേസിലൊരു പടത്തിലും ഒരു ട്രാൻസ്ജെൻഡർ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു ആ കുട്ടി. ചെയ്യട്ടെ, സിസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ജെൻഡർ റോളുകൾ ചെയ്യട്ടെ. നേരെ മറിച്ച് തിരിച്ചും വേണ്ടേ, ട്രാൻസ് പേഴ്സൺസും ഈ പറഞ്ഞ കണക്ക് സ്ത്രീകളായിട്ടോ പുരുഷന്മാരായിട്ടോ ചെയ്യാനുള്ള അവസരം വേണം. പക്ഷെ നമുക്കതില്ല. മാത്രമല്ല നമ്മുടെ ഇപ്പം ഈ സിനിമയിൽ ഒരു ക്യാമ്പസിൽ ട്രാൻസ്ജെൻഡർ റോളായിട്ട് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. പക്ഷേ അതൊരിടത്തും ബൈനറി ഇത് കാണിക്കുന്നില്ല, നാദിറ ട്രാൻസ് ആണ് അല്ലെങ്കിൽ റോഷ്നി ട്രാൻസ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പൊതുവിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്? കാരണം ക്യാമ്പസിൽ ട്രാൻസ്ജെൻഡേഴ്സ് പഠിക്കുന്നുണ്ട്. നമ്മൾ പൊതുവിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഇപ്പോൾ ട്രാൻസ് പേഴ്സൺസ് ഉണ്ട്. പക്ഷെ അത് സിനിമകളിൽ എത്തുന്നില്ല എന്നുള്ളൊരു സങ്കടം. കാരണം മലയാള സിനിമ ഇങ്ങനെയൊക്കെ ഇത്രത്തോളം ഡെവലപ്പ് ആയി എന്ന് പറയുമ്പോഴും നമുക്കിതുപോലെ സിദ്ദിഖ് സാറോ അല്ലെങ്കിൽ ജിയോ ബേബി സാറിനെ പോലെ ആളുകൾ വേണ്ടി വരുന്നു. അത് വളരെ ചുരുക്കമാണ്. ഇത്തരം ആളുകളെ ഉൾപ്പെടുത്തി ഒരു സിനിമ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ക്രൂ മെമ്പേഴ്സോ വളരെ ചുരുക്കമാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പം മാറ്റമുള്ളത് ഈ പറഞ്ഞ ഹിന്ദി സിനിമ മേഖലയിലേക്കാണ്. അവിടെ കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പേസ് ഉണ്ട്. ഇപ്പം വെബ് സീരീസിലൊക്കെ ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സിനിമകൾ ഇപ്പോഴും കുറച്ചും കൂടി 10 വർഷം പിറകിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം ഒരു ബസ് യാത്ര ഞാൻ എടുത്തു പറയുമ്പോൾ നമ്മൾ വലിയ ലെങ്ത് നായികയായിട്ടൊന്നും ഒരു പക്ഷേ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട്, തിയേറ്റർ സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഞാൻ നാളൊരു മലയാള സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ക്യാരക്ടർ റോൾ മതി. സാധാരണ ഒരു നാട്ടുകാരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ അഡ്വക്കേറ്റോ എന്തെങ്കിലും ആയിട്ടൊക്കെ, അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ആളായിട്ടെങ്കിൽ പോലും. പക്ഷെ അതൊക്കെ കോമൺ ലൈഫ് നടക്കുന്നുണ്ട്. പക്ഷെ സിനിമകളിൽ വരുമ്പം ഇപ്പോഴും ആണ് പെണ്ണ്. കാസ്റ്യൂം കോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. കാരണം എല്ലായിടത്തും ബൈനറി ചെയ്ത് പറയും, ആൺകുട്ടികൾ ഇത്ര വയസ്സ്, പെൺകുട്ടിക്ക് ഇത്ര വയസ്സ്, അത്രേ ഉള്ളൂ. അപ്പുറത്തേക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം മലയാള സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാസ്റ്റിംഗ് കോള് സാറിൻ്റെയാണ്. ഈ പറഞ്ഞ കണക്ക് ഈ പടത്തിൻ്റെ ആ കാസ്റ്റിംഗ് കോളാണ് ട്രാൻസ്ജെൻഡർ നായികയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കോള് കണ്ടത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, ഇപ്പം ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ആലോചിച്ച് നോക്കണം, നമ്മൾ ഈ സിനിമയുടെ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഇപ്പം ഐ തിങ്ക് ഇപ്പം ഇത്ര മാസമായി, അപ്പം അത്രയും സമയം കഴിഞ്ഞിട്ട് പോലും മറ്റൊരു കാസ്റ്റിംഗ് കോള് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ. പക്ഷേ ഹിന്ദിയിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഭാഷ അറിയില്ല, അതാ പ്രശ്നം. ഞാൻ അപ്ലൈ പഠിച്ചെടുക്കാം എന്നാണ് ആഗ്രഹം. അതെ, നാളുടെ കാര്യം പറയുകയാണെങ്കിൽ പല ഫീൽഡുകളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആക്ടിംഗ് ഉണ്ട്, ബിഗ് ബോസിലുണ്ടായിരുന്നു, അതുപോലെ റിപ്പോർട്ടറാണ്. എന്തായിട്ട് അറിയപ്പെടാൻ ശരിക്കും ആക്ടിംഗ് തന്നെയാണോ പാഷനായിട്ട്? ഇല്ല, ഞാൻ ഒട്ടും അഭിനയ ആഗ്രഹം കുട്ടിക്കാലത്ത് ഇങ്ങനെ അഭിനയ മോഹമായിട്ട് നടന്ന ഒരാളെ അല്ല കേട്ടോ. ഇങ്ങനെ അൺഎക്സ്പെക്ട്ലി വന്നതാണ്. എൻ്റെ ഫസ്റ്റ് മൂവി ഫ്രീഡം ഫൈറ്റ് ജിയോ ബേബി സാറിൻ്റെ മൂവിയിലാണ്. അപ്പം അത് ചെയ്തപ്പോൾ ഒരു ആഗ്രഹം. ലൊക്കേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, ആൾക്കാർ നമ്മളെ കുറച്ചും കൂടി അറിയപ്പെടും, ഒരു എസ്റ്റാബ്ലിഷ് ആയി നിൽക്കാൻ പറ്റും. അപ്പം അതിന് മുൻപ് എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് സോഷ്യൽ വർക്കും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മാധ്യമ ഫീൽഡൊക്കെയാണ്. ഞാൻ അത്യാവശ്യം ന്യൂസ് റീഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയം. പക്ഷേ എന്തോ ഇപ്പോഴും എല്ലാ സ്പേസിലും ഉണ്ട്. പക്ഷെ ഇന്നതാണ് നാദിറ എന്നുള്ളത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. കാരണം എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, സോഷ്യൽ വർക്ക് നടത്തുന്നുണ്ട്, ഈ പറഞ്ഞ ന്യൂസ് റീഡിംഗ് അല്ലെങ്കിൽ ആങ്കറിങ് നടത്തുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, പാട്ട് പാടും വേണമെങ്കിൽ. ഒരു പാട്ട് പാടി വൈറലായതാ 2023. ഞാനത് കാണാറില്ല കേട്ടോ. അതെ, ആ പാട്ട് ഞാൻ കേൾക്കുമ്പോൾ തന്നെ ഒരു നമ്മൾ പാടിയെന്നുള്ളൂ കേട്ടോ. നമുക്ക് നമ്മുടെ പാട്ടോ നമ്മൾ സംസാരിച്ചതോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ക്രിഞ്ച് അടിക്കും. അതെ, പ്രശ്നം. അതെവിടെ പോയാലും ഇപ്പൊ ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഇനാഗുറേഷനോ ഫംഗ്ഷനോ പോകുമ്പോൾ ഈ പാട്ട് അവിടെ ഇടും. പാട്ട് പോട്ടെ, ആ സമയത്ത് നാദിറയുടെ എക്സ്പ്രഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്. എത്ര വട്ടം റിവൈൻഡ് ചെയ്ത് കണ്ടതാണ്. ഞാൻ കാണാറില്ല, ഞാൻ ആകെപ്പാടെ റിമിക്സ് ആണ്. ഞാൻ എന്റെ ഓൺ വോയിസ് കാണാറില്ല. ഞാൻ ഇപ്പോഴും ബിഗ് ബോസിന്റെ എപ്പിസോഡൊക്കെ ഞാൻ വരുന്ന പോസ്റ്റ് എത്തുമ്പോൾ ഞാൻ സ്കിപ്പ് അടിക്കും. എന്താണെന്നറിയില്ല, നമുക്കത് പറ്റില്ല ഉൾക്കൊള്ളാൻ. ഞങ്ങൾക്ക് അത് രസമായിരുന്നു. ഞങ്ങൾ നല്ല ഇൻട്രസ്റ്റോടെ കണ്ടുകൊണ്ടിരുന്നതാണ് നാദിറേനെ, ഒരുപാട് ഇഷ്ടത്തോടെ കണ്ടിരുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരുപാട് ഫാൻ ബേസ് വന്നിട്ടുണ്ട്. ഉണ്ട്. അത് ഭയങ്കര സന്തോഷമുള്ളത്. മുൻപ് വന്ന ആളുകളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മേഖലയിലെ ആളുകൾക്കൊക്കെ തന്നെ ഒരു അക്സെപ്റ്റൻസ് കിട്ടും. പക്ഷെ എനിക്കൊരു വൈഡ് അക്സെപ്റ്റൻസ്, എനിക്ക് ജെൻഡർ അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പ് അല്ല, എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാർ, യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ അമ്മമാര്, കൊച്ചു കുട്ടികൾ, എനിക്കത് ഏറ്റവും സ്നേഹം അതാട്ടോ. നമ്മൾ ചില സ്ഥലത്തൊക്കെ പോകുമ്പം അമ്മയെക്കാളും ആദ്യം മനസ്സിലാക്കുന്ന കുട്ടിയായിരിക്കും. നാദിറ ചേച്ചി അല്ലേ എന്നൊക്കെ ഞാൻ കാണുമല്ലോ നമ്മളത്. അപ്പൊ കുട്ടികളുടെ മനസ്സിലൊക്കെ നമ്മളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ നമുക്കൊരു
ചിലപ്പോൾ സിനിമ ചെയ്താലൊക്കെ സംഭവിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അവരുടെ ഒരു വീട്ടിലൊരാളെ പോലെ അവർക്ക് ഫീൽ ചെയ്യിപ്പിച്ചത് മേ ബി ഈ റിയാലിറ്റി ഷോയുടെ ഭാഗമായതുകൊണ്ടായിരിക്കാം. ശരിക്കും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ എനിക്കൊന്നും ഒരു എപ്പിക് സംഭവമായിരുന്നു. ആരുടെ ഫാമിലിയുമായിട്ട് യുണൈറ്റഡ് ആയി. ഫാമിലി എന്ത് പറയുന്നു? അപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. അത് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ബിഗ് ബോസ് അതിനൊരു കാരണമായി. വിശാഖേട്ടനൊക്കെ തിരിച്ചു വരികയാണെങ്കിൽ ബോളിവുഡിലൊക്കെ ചെന്ന് തിളങ്ങി നിൽക്കുകയെന്ന് തന്നെ പറയാം അല്ലേ? പതിയെ ആദ്യത്തെ ഷാബാസ് മിത്തു ആയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കങ്കണ റണൗട്ടും കൂടെ എമർജൻസി ചെയ്യുകയാണ്. അതും വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് അവിടെ എത്തിച്ചേർന്നത്? ഓഡിഷൻസ് വഴിയാണ്. ഓഡിഷൻസ് വഴി. അവിടേക്ക് ഈ ഓഡിഷൻ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോഴും അത് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റീരിയോ ടൈപ്പ് അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോകാൻ കാരണവും ഓഡിഷൻ കൾച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് പല ടൈപ്പ് ക്യാരക്ടേഴ്സിന് ഓഡിഷൻസ് അയച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പോൾ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, അതും ഈ പറഞ്ഞ പോലെ ഓഡിഷൻസ് വഴി തന്നെയാണ്. ഹിന്ദീസ് യഷ്രാജിൻ്റെ കൂടെ. അപ്പോൾ അതും ഓഡിഷൻ വഴിയാണ്. അപ്പോൾ ആ ഒരു സ്പേസ് എപ്പോഴും അവിടെ ഓപ്പൺ ആണ്. ഇവിടെ ഇല്ലാത്ത ഒരു വലിയൊരു കാര്യം അത് ഈ ഓഡിഷൻ കൾച്ചർ മാറ്റമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു പക്ഷേ പറഞ്ഞ സത്യം, കാരണം നമ്മൾ ഓഡിഷൻസ് നമുക്കൊരു സ്പേസ് ഉണ്ട്, നമുക്ക് പക്ഷെ അതില്ലാത്തതുകൊണ്ടാണ് മേ ബി ഇപ്പൊ സാർ എൻ്റെ അത് കണ്ടിട്ടല്ലേ നമ്മളെ വിളിച്ചത്, അല്ലെങ്കിൽ ഓഡിഷൻ ചെയ്തപ്പം സാറിന് ഓക്കെ എന്ന് തോന്നി എടുത്തു. അപ്പൊ ഇതുപോലെ മേ ബി ചില സിനിമകൾ ഓഡിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് തെളിയിക്കാൻ പറ്റും. പക്ഷേ ഈ യങ് ബ്രീഡ് ഓഫ് ആക്ടേഴ്സ് വളരെ റെഡിയാണ്. ഇപ്പോൾ ഹൃദയത്തിന്റെ സമയത്ത് നമ്മൾ ഓഡിഷൻസ് വെച്ചപ്പോൾ മനസ്സിലായി എന്തോരം ആക്ടേഴ്സ് അവിടെ വന്നത്. സോ മെനി ഗുഡ് ആക്ടേഴ്സ് ഹു കെയിം. അതിൽ സെലക്ട് ആയ മിക്ക ആക്ടേഴ്സും ഫസ്റ്റ് ടൈമേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് തേർഡ് ഫിലിം ചെയ്യുന്ന ആക്ടേഴ്സാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ഹങ്കർ ആക്ടേഴ്സിന് മനസ്സിലുണ്ട്. ഇനിയിപ്പോൾ ഫിലിം മേക്കേഴ്സും അത് ആഗ്രഹിച്ചവർ പക്ഷേ പുതിയ ആക്ടേഴ്സും അതുപോലെ തന്നെ പുതിയ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പെർഫോമൻസസ് എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സും നമുക്ക് കാണാൻ പറ്റും. ഓഡിഷൻസ് കമ്പറ വരട്ടെ, ഓഡിഷൻസ് ഒക്കെ വന്ന് ഒരുപാട് പുതിയ ആൾക്കാർ മുന്നിലേക്ക് വരട്ടെ.